എൻ്റെ ലൈഫിൽ എപ്പോഴും ഉള്ളൊരു സാധനം ഇപ്പോഴും ഉള്ളൊരു സാധനം എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസാണ്. അത് ഞാനെപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കുറേ പ്രശ്നങ്ങൾ നമുക്ക് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് അതിനെ വരവേൽക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ തരണം ചെയ്യണമല്ലോ. അത് നമുക്ക് കോൺഫിഡൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ്. നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾക്ക് മിണ്ടാണ്ടിരിക്കാം, നമുക്ക് റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് അതും ഓവർ കോൺഫിഡൻസാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ് നമ്മൾ എന്തെങ്കിലും എന്നും ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലും അത് ഓവർ കോൺഫിഡൻസാണ് നമുക്ക്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത് എൻ്റെ കോൺഫിഡൻറ്റ്, ഐ വിൽ അഡ്മിറ്റ് യുവർ കോൺഫിഡൻറ്റ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ രാജ്യത്ത് പോയിട്ട് ഇഫ് യുവർ മണി വിൽ ലോസ് വാട്ട് യു വിൽ ഡു, നീ ഉണ്ടാക്കിയ കാശല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു കോൺഫിഡൻറ്റ് വേണം. ഇഫ് യു ഹാവ് ഗോട്ട് മണി യു വിൽ ഇൻവെസ്റ്റ് ഇൻ കേരള. I had money, I invested, I made a brand. I invested, I put people, I am paying salary who is there, not from Kerala. അതിനൊരു കോൺഫിഡൻറ്റ് ലെവൽ വേണം. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നും പറയുന്നുണ്ട്, സായിപ്പന്മാരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നതാണ് മലയാളികൾ. അവൻ അവിടെ തൂപ്പുവേലക്കാരനായിരിക്കും, അവരെ കാണുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കും. പല ഭാഗത്തും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ എണീറ്റ് നിൽക്കുന്നില്ല. ബിക്കോസ് ഓഫ് വൈ? കാരണം വെച്ചാൽ നമ്മളുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ അവരാ. സോ ഐ നോ വാട്ട് ഈസ് ദം. അവർ നോക്കുമ്പോൾ നല്ല മനുഷ്യന്മാരാണ്. ഇവരെ കാണുമ്പോൾ നമ്മളുടെ ഒരാൾ വരുമ്പം അവർ ഓ മൈ ഗോഡ് ഫോറിനർ വന്നു, സായിപ്പ് വന്നു. അപ്പോൾ ആ ഒരു ലെവലാണ് എല്ലാവരും. അവരുടെ ഒരു മൈൻഡ് കൺസെപ്റ്റാണത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോഴും മാറിയിട്ടില്ല. നമ്മൾ മനുഷ്യന്മാരാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് തന്നെ. എവിടെ ഒരു തെറ്റ് കണ്ടാലും ഞാനിപ്പോൾ അത് സായിപ്പാണോ, ഐ മീൻ ലൈക്ക് ഫോറിനറാണോ ഇതാണോ ഒന്നും നോക്കില്ല. ഉള്ള പോലെ തന്നെ നമ്മൾക്ക് പറയണം, പറഞ്ഞേ പറ്റുള്ളൂ, പറയുകയും ചെയ്യും. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മളെത്തി. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ പെരുന്നാളിനെ ബീറ്റ് ചെയ്യണമെന്നോ ഇവരെ ബീറ്റ് ചെയ്യണ്ട, നാളെ ഭാഗ്യമുണ്ടെങ്കിൽ നല്ല കമ്പനിക്കാർ വന്നിട്ട് ഇതിനൊരു സെയിൽ വോളിയം വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് എ ഹയർ പ്രൈസ്, ദേ വിൽ ബൈ എ ബ്രാൻഡ്. അതൊരു അച്ചീവ്മെൻ്റാണ് എനിക്ക്. അതാണ് എൻ്റെ ഒരു വിഷയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഈ ബിസിനസ്സിലാണ് നിലനിൽക്കുന്നത്. ഐ വാണ്ട് ടു ബി റിട്ടയർഡ്. അപ്പോൾ എനിക്ക് റിട്ടയർഡ് ചെയ്യാൻ ഒരു 10 കൊല്ലം കൂടി സമയ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ 10 കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർഡ് ആവും ഞാൻ. ഇപ്പോൾ ഈ യങ്സ്റ്റേഴ്സിലെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ക്യാഷ്, അവർക്ക് ഒരെണ്ണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പൊന്തിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയ ഇതുണ്ടല്ലോ, ഒരു ഗ്യാപ്പ്, അതിനവരാരും തയ്യാറല്ല. ഇമ്മീഡിയറ്റ് ഇറ്റ് കനോട്ട് ബി വർക്ക്ഡ്. വി നീഡ് ടു വെയിറ്റ്. പക്ഷെ നമ്മളൊരു ചെയ്യുന്നൊരു സംഭവം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം. നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഈ പറഞ്ഞ സാധനം എല്ലാത്തിനും ഒരു വലിയൊരു പ്രശ്നങ്ങൾ എൻഡിലുണ്ടാവും. നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമ്മളെന്നും കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് കൂടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, എന്നും എങ്ങനെ എവിടെ ആ ഒരു രീതിയിൽ. ഇവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റിയതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഇത്രയും കൊല്ലത്തൊരു ബാക്കിലുള്ള എക്സ്പീരിയൻസും നോളേജും ഒരു ടീം വർക്കും ആയിട്ടാണ്. അതിനുപാട് ഞാൻ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലും അവിടെയും. പക്ഷേ അവിടെയും നമ്മളുടെ പണികൾ എന്താണ് അവിടെ, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തലമുറയോട് പറയാനുള്ള ഹാർഡ് വർക്ക്, ആ ഹാർഡ് വർക്ക്, എക്സ്ട്രീം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. ആ നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ വിൽ ബി അച്ചീവ്മെൻറ്റ്. ഇന്ന് ഒരു ട്രേഡിംഗ് ആണെങ്കിൽ 1000 രൂപയ്ക്കും തുടങ്ങാം. എൻ്റെ വൈഫ് ഫോർ എക്സാമ്പിൾ, എൻ്റെ വൈഫ് മൊറോക്കോ എന്നാണ്. അപ്പോൾ അവൾ വീട്ടിലിരുന്ന് അവൾ ഫിനാൻസ് ബേസ്ഡ് ആണ്, MBA ഫിനാൻസ് കഴിഞ്ഞാണ്, കണക്കുകൾ കംപ്ലീറ്റ് അവളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് വീട്ടിലിരുന്നിട്ട് പറയാം എനിക്ക് ബോറടിക്കുന്നു. ഞാൻ യു ഡു സംതിങ്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചേ ഗിവ് മീ $500. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനു $500 ഫോർ യു റൈറ്റ് അവേ യുവർ സിറ്റി ഗെറ്റ്, ഗിവ് മീ, വിൽ ഡിസ്കസ് ലേറ്റർ. യെസ്, or you do one thing, OTP will come, give me the OTP. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഷീ ബോട്ട് സംതിങ് $500. ഈവൻ ഐ ഡോണ്ട് നോ വാട്ട് ഷീ ബോട്ട് ഇറ്റ്.
ഷീ രജിസ്റ്റേർഡ് അണ്ടർ മൈ GST ആ പ്രൊഡക്റ്റ്. Then she registered in Amazon. Now every month she is making 20,000 rupees from that. She's got some thing in Amazon. ഒരു വെബ്സൈറ്റിൽ കണ്ടു, അത് വാങ്ങിച്ചു. അതിൻ്റെ മേലെ അവൾ പ്രൈസ് എന്താ പറയുക, എക്സ്പെൻസ് ഐ മീൻ ചിലവ് കാശും ഇതും കൂട്ടി അതിനൊരു MRP സിസ്റ്റം ആക്കി അവൾ ആ പറയുന്ന സാധനം ആമസോണിൽ രജിസ്റ്റർ ചെയ്ത് ആമസോൺ ത്രൂ അത് ആമസോണിൻ്റെ ലിസ്റ്റിൽ ഇട്ടിട്ട് പുള്ളിക്കാരത്തി ബിസിനസ് ചെയ്തു. അപ്പോൾ എവ്രിബഡി ഹാവ് ഗോട്ട്. പുള്ളിക്കാരത്തി വീട്ടിലിരിക്കണേ. ബട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ചോദിച്ചു എന്ത് ആമസോൺ ബിസിനസ്. അപ്പോൾ അവൾ എനിക്ക് അവൾക്കൊരു അക്കൗണ്ടും ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ അക്കൗണ്ടിൽ അവൾ കാണിച്ചത് 20,000 ഐ മേഡ് ഇറ്റ്. അപ്പോഴാണ് ഞാനും വിചാരിച്ചത് ഇന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മളുടെ യങ്സ്റ്റേഴ്സ് അതിലേക്ക് കുറേ പഠിച്ചാൽ അതിലേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാം. വേറൊരു ഈ ഇൻസിഡൻറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾക്ക് പോവാണ്ട് ഇതേപോലത്തെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും നമ്മളൊരു കമ്പനി തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഏതു കർമ്മമാണെങ്കിലും അതിനൊരു വിറ്റ് വരവ് പോളിസീസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ചെറിയൊരു കമ്പനി, ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഒരു 23,000 റുപ്പീസാണ് ഒരു കമ്പനി തുടങ്ങാണ്ട് വരാം. അതിനൊരു വർക്കിംഗ് ക്യാപിറ്റൽ വരും. ഒരു 50,000 ഉണ്ടെങ്കിൽ ഒരു കമ്പനി തുടങ്ങാം. പക്ഷേ ആ കമ്പനിയിൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണത്, അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം. ആ പ്രസൻറ്റേഷൻ നമ്മളുടെ മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മൈനസ് പോയിൻ്റ് വരും. അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ അച്ചീവ്മെൻറ്റ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളൊരു സംഭവം. നമ്മൾ പഠിച്ചിട്ടുള്ളത് കൺസ്യൂമറിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഈ സംഭവം പ്രസൻറ്റ് ചെയ്യുന്നത്. ആ പ്രസൻറ്റേഷനാണ് നമ്മൾ ഇവിടം വരെ ഡ്രാഗ് ചെയ്യിപ്പിച്ചത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ട്രേഡിംഗ് പരിപാടിയാണെങ്കിലും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ആണെങ്കിലും ആ ഒരു പറഞ്ഞ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പെരുമാറുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നമ്മൾ അച്ചീവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ആദ്യമൊന്നും ഉണ്ടാവില്ല. വി ട്രൈഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ടിൽ ഉറക്കം ഉണ്ടായിട്ടില്ല. ഐ വാസ് റണ്ണിങ് ബിഹൈൻഡ്. ഇപ്പോഴാണ് ഞാൻ ചിലപ്പോൾ അന്നത്തേൻ്റെ ഒരു ഉറക്കം ഇപ്പോൾ ഉറങ്ങുന്നുണ്ടാവും. ഇപ്പോൾ എനിക്ക് ടെൻഷൻ 3 ഇരട്ടിയാണ്. പക്ഷേ ഐ ആം സ്ലീപ്പിങ് വെരി വെൽ. പണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല, ഫുൾ ടെൻഷനാണ്. ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറൊരു കാര്യമുണ്ട്. പണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരാളുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കുറേ പേരുള്ളത് കൊണ്ട് ഇതെല്ലാം അവർ ഡിവൈഡ് ചെയ്യാണ്. ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല. പിറ്റേ ദിവസം ഫിനാൻസ് ടെൻഷൻ മാത്രമാണ് ഞാൻ ഡിവൈഡ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ ചിന്തിക്കും. അപ്പോഴും അവിടെ കോൺഫിഡൻസാണ്. നാളെ മറ്റന്നാൾ ഓക്കെ അവിടെ എങ്ങനെ ക്രെഡിറ്റ് വരും എന്നുള്ളൊരു സംഭവം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ ആ ഒരു അച്ചീവ്മെൻറ്റ് അത് നമ്മളൊരു ഇൻഡസ്ട്രിയിലുള്ളപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ബിക്കോസ് അതിനൊരു വേർഡും കൂടി പറയും. നമ്മൾ കുറേ പേര് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രൊഡക്ഷൻ്റെ ബോട്ടിൽസും സാധനം ക്രെഡിറ്റ് വാങ്ങുന്നത്. അതിന് നമ്മളൊരു പേര് പറയുന്നതാണ് ഗുഡ് വിൽ. അത് സൃഷ്ടിക്കലാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം എന്താ? അവിടെ ഒരു ഗുഡ് വിൽ ഉള്ളത് കൊണ്ടാണല്ലോ. ഇപ്പം എൻ്റെ ബ്രാൻഡ് അത് അവിടെ വന്നതിൻ്റെ ഒരു ഗുഡ് വില്ലാണ്. അല്ലെങ്കിൽ നമ്മളവിടെ കാണാൻ പോകുന്നില്ലല്ലോ. ആ ഗുഡ് വില്ല് നമുക്ക് സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മൾ എന്നും എവിടെയും ഒരാളുടെ മുമ്പിൽ പ്രസൻറ്റബിളാണ്. അത് ചിലപ്പോൾ 30 വയസ്സുള്ള ആൾ കോടീശ്വരന്മാരുണ്ട്. എന്നുവെച്ചാൽ പുള്ളീൻ്റെ ഹാർഡ് വർക്ക്, പുള്ളീൻ്റെ ടെക്നോളജി, IT പറയുമ്പോൾ പുള്ളീൻ്റെ ടെക്നോളജി, പുള്ളീൻ്റെ ബ്രെയിൻ, ആ സംഭവം വിൽക്കുക, പുള്ളി പൈസ വാങ്ങുന്നതാണ്. അപ്പോൾ പുള്ളി ഈസ് മില്ലിയനർ. അപ്പോൾ നമ്മളത് പഠിക്കണം. അപ്പോൾ എല്ലാ സാധനത്തിനും ബ്രെയിനാണെങ്കിൽ ബ്രെയിനിന് ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. ഇനി ഇപ്പോൾ എന്നെ പ്രചോദനം ഒരു കഥയുണ്ട്. KFCൻ്റെ കെൻടക്കി ഫ്രൈഡ് ചിക്കൻ്റെ. പുള്ളിക്കാരൻ കുറേ ബിസിനസ്സുകൾ ചെയ്തു. പുള്ളിക്കാരൻ്റെ ഫാമിലി ഡിവോഴ്സ്ഡായി പോയി. എല്ലാ പ്രശ്നങ്ങൾ, പുള്ളിക്ക് ഒന്നുമില്ല. പുള്ളി അങ്ങനെ 60ാമത്തെ വയസ്സിൽ പുള്ളി പോയി അവിടെ പുള്ളീൻ്റെ ജീവിതം എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടി പുള്ളിക്കൊരു റെസിപ്പി അറിയാം ചിക്കൻ ഉണ്ടാക്കുന്നത്. ആ റെസിപ്പിയിലാണ് പുള്ളി ഒരു ചിക്കൻ ഉണ്ടാക്കി വിറ്റത്. അപ്പോൾ അത് വാങ്ങി അന്നത്തെ വട്ടം വാങ്ങി എല്ലാവരും കഴിച്ചു തുടങ്ങി. ആ സമയത്താണ് പുള്ളി ഈ പറയുന്ന ഒരു ബിസിനസ് തന്നെ തുടങ്ങുന്നത്.
പിന്നെ ഈ പുള്ളീൻ്റെ KFC പുള്ളി വിൽക്കുമ്പോൾ പുള്ളി വാട്ട് ഇസ് ദ മണി ഹാസ് ഗോട്ട് ഇറ്റ്. അപ്പോൾ ബിസിനസ്സിന് ഏജസ് ഇല്ല, ക്യാൻ ഡു എനി ടൈം. അതിന് ലക്ക് ഉണ്ടാവണം, ഹാർഡ് വർക്കിംഗ് ഉണ്ടാവണം, എന്നാൽ നമുക്ക് അവിടേക്ക് എത്താം. ഇൻസ്റ്റൻറ്റ് ഒന്നിനും പോകാൻ പാടില്ല. ഇൻസ്റ്റൻറ്റ് ഈസ് എവ്രിതിങ്. നമ്മളൊരു ലൈഫിൽ നോക്കുമ്പം അതിന് എന്നും പ്രശ്നങ്ങളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പൊട്ട വശങ്ങളിലേക്ക്, ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത് പൊട്ട വശങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. 90% 10% നമുക്ക് മാറ്റി വയ്ക്കാം. അത് ലക്ക് എന്നാണ് പറയുക. അപ്പോൾ താങ്ക് യു.